ഇഗ്നു ബി ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് BHIE 143 എന്ന പേപ്പറിലെ ചാപ്റ്റർ 3 ദ റിവർ വാലി സിവിലൈസേഷൻസ് ഏൻഷ്യന്റ് ഇന്ത്യയിൽ എപ്രകാരമായിരുന്നു അവരുടെ കാർഷിക രീതിയും അവരുടെ പ്രവർത്തനങ്ങളും എന്നതിനെ കുറിച്ചാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഗാൻജറ്റിക് വാലി സിവിലൈസേഷനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇപ്രകാരമാണ്: ഹൗ ഡിഡ് ദ പ്രോസസ് ഓഫ് അഗ്രിയറിയനൈസേഷൻ ആൻഡ് അർബനൈസേഷൻ അഫക്ട് ഇക്കോളജി ഓഫ് ഏർലി സൊസൈറ്റീസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ? പുരാതന ഭാരതത്തിലെ എപ്രകാരമാണ് ആ കാർഷികവൽക്കരണ പ്രക്രിയയും നഗരവൽക്കരണ പ്രക്രിയയും ഒരുപക്ഷെ അന്നത്തെ സമൂഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഇക്കോളജിയിൽ പരിസ്ഥിതിയിൽ ബാധിച്ചത്, എങ്ങനെയാണ് അത് സ്വാധീനിച്ചത് എന്നതാണ് ചോദ്യം. ഉത്തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം: ദ പ്രോസസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അർബനൈസേഷൻ ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ ഇക്കോളജി ഓഫ് early societies in ancient India, particularly in the river valley societies of the Indus Valley and Gangetic Valley. ഇൻഡസ് വാലി സിവിലൈസേഷനില് സിന്ധു നദീതട സംസ്കാരത്തില് വനനശീകരണം, ഡിഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ചസ് ഉണ്ടായി. വനനശീകരണവും ഭൂമിയുടെ ഉപയോഗത്തിലുണ്ടായ മാറ്റവും. The introduction of agriculture led to widespread deforestation and forests were cleared to make way for crops and settlements. വിളകൾക്കും ഒരുപക്ഷെ സെറ്റിൽമെന്റ്സിനും വേണ്ടിയിട്ട് വനങ്ങള് വെട്ടിത്തെളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദിസ് ആൾട്ടേർഡ് ദ ലോക്കൽ ഇക്കോസിസ്റ്റം. പ്രാദേശികമായ പരിസ്ഥിതിയിൽ അന്നുവരെ ഉണ്ടായിരുന്ന രീതികള്, വനങ്ങൾ ഒക്കെ മാറ്റപ്പെടുകയാണ്. പുഴയുടെ ഗതി എല്ലാം മാറുകയാണ്. ലീഡിങ് ടു സോയിൽ എറോഷൻ. ഒരുപക്ഷെ ഇത്തരം മാനുഷികമായ പ്രവർത്തനങ്ങൾ, ഹ്യൂമൻ ആക്ടിവിറ്റികൾ തീർച്ചയായിട്ടും മണ്ണൊലിപ്പിന് കാരണമാവുകയും ആൻഡ് ചേഞ്ചസ് ഇൻ വാട്ടർ സൈക്കിൾ, ജലപരിവൃത്തിയിലും പുതിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വാട്ടർ മാനേജ്മെന്റ്, ഇറിഗേഷൻ എന്നിവയിൽ തീർച്ചയായിട്ടും ഈ മാനുഷിക പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് ബാധിച്ചത് എന്നതാണ് അടുത്തതായി നോക്കുന്നത്. The Indus Valley civilization developed sophisticated irrigation systems to support agriculture. കൃഷിക്ക് വേണ്ടിയിട്ട് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനത വളരെ സങ്കീർണമായ ജലസേചന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി. While this allowed for more efficient water use, പക്ഷെ അങ്ങനെ അവർ ജലസേചനത്തിന് വേണ്ടി പുതുതായി തയ്യാറാക്കിയ സജ്ജീകരണങ്ങൾ കൂടുതൽ ജലമെന്ന വിഭവത്തെ കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിന് പ്രയോജനപ്പെട്ടുവെങ്കിലും it also led to changes in water flow patterns. ജലത്തിന്റെ വെള്ളം ഒഴുകുന്ന പതിവ് മാതൃകകളെ അത് മാറ്റം വരുത്തുകയും പൊട്ടൻഷ്യലി അഫക്റ്റിംഗ് ഡൗൺ സ്ട്രീം ഇക്കോസിസ്റ്റംസ്, പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് ഇക്കോസിസ്റ്റങ്ങളെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, മാറ്റങ്ങള്, മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങളില് ഈ പുരാതന സംസ്കാരങ്ങളായിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷനിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഇൻഡസ് വാലിയിൽ മാത്രമല്ല ഗാൻജറ്റിക് വാലിയിൽ ഗംഗാതടത്തിലുണ്ടായ സംസ്കാരത്തിലുണ്ടായ മറ്റൊരു മാറ്റമാണ് ഓർഗനൈസേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നഗരവൽക്കരണവും നഗരത്തിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാവാതെ അവിടെ പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ വ്യാപിക്കുന്നതുമായൊരു കാഴ്ച. The growth of cities like Mohenjo-daro and Harappa led to increased waste generation. നമുക്കറിയാം, നഗരങ്ങളുടെ വളർച്ച എപ്പോഴും പുതിയ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന്. വിതൗട്ട് മോഡേൺ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ആധുനികമായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ this would have resulted in environmental pollution. ഇത് പരിസ്ഥിതി മലിനീകരണത്തിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുമെന്ന് നമുക്കറിയാം. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഗാൻജറ്റിക് വാലി സിവിലൈസേഷനിൽ 1500 BC 1500 അതിനുശേഷം AD 500 ഇടയിൽ ഒക്കെ ഉള്ള കാലഘട്ടമാണ്. BC 500 AD 1500 ഇടയിലുള്ള കാലഘട്ടങ്ങളുടെ എന്ന് വേണമെങ്കിൽ പറയാം. അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ആൻഡ് ഫോറസ്റ്റ് ക്ലിയറൻസ്, വനത്തിന്റെ വ്യാപനവും അതുപോലെ തന്നെ വനം വെട്ടിത്തെളിക്കലുമാണ്. അത് ഗാൻജറ്റിക് വാലിയിൽ വ്യാപകമായി നടന്നു. ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടിയിട്ട്, അയൺ ടൗളുകൾ കണ്ടുപിടിച്ചതോടുകൂടിയിട്ട് വനം വ്യാപകമായി വെട്ടിത്തെളിപ്പിക്കപ്പെട്ടു. ആസ് അഗ്രികൾച്ചർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഗാൻജറ്റിക് വാലി, ഗംഗാതടത്തിലുടനീളം കൃഷി വ്യാപിച്ചപ്പോ ഫോറസ്റ്റ് വർ ക്ലിയർഡ് ടു അക്കോമഡേറ്റ് ക്രോപ്സ്, വിളകൾക്ക് സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ വിളകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വനങ്ങൾ വെട്ടിത്തെളിക്കുകയാണ്. ലീഡിംഗ് ടു ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഒരുപക്ഷെ അത് എന്തിനു കാരണമായി? പല പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും താമസസ്ഥലം, ആവാസസ്ഥലം നഷ്ടമാകുന്നതിനും പല പ്രദേശങ്ങൾ തമ്മിൽ ഒറ്റപ്പെട്ട് വേറിട്ട് പോകുന്നതിനും ഒക്കെ കാരണമായി.
രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഗാഞ്ചറ്റിക് വാലിയിൽ മനുഷ്യൻ നടത്തിയ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടുണ്ടായ മാറ്റം സോയിൽ ഡിഗ്രഡേഷൻ ആൻഡ് എറോഷൻ. മണ്ണിന്റെ അപചയവും മണ്ണിന്റെ മണ്ണൊലിപ്പുമാണ്. സോയിൽ എറോഷനും സോയിൽ ഡിഗ്രഡേഷനും സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്റൻസീവ് അഗ്രികൾച്ചർ ആൻഡ് ലാക്ക് ഓഫ് സോയിൽ കൺസർവേഷൻ പ്രാക്ടീസസ്, വ്യാപകമായ കൃഷിയും അതുപോലെ തന്നെ കൃഷി സംരക്ഷണ രീതികൾ ഇല്ലാതിരുന്നത് കൊണ്ടും ലെഡ് ടു സോയിൽ ഡിഗ്രഡേഷൻ ആൻഡ് എറോഷൻ. മണ്ണിന്റെ അപചയത്തിനും മണ്ണൊലിപ്പിനും കാരണമായി കോംപ്രമൈസിങ് ലോങ് ടൈം ഫെർട്ടിലിറ്റി ആൻഡ് അഫക്റ്റിംഗ് വാട്ടർ ക്വാളിറ്റി. മണ്ണിന്റെ ദീർഘകാല ഗുണമേന്മയും വളക്കൂറും അത് ദോഷം വരുത്തി. ഒപ്പം തന്നെ വെള്ളത്തിന്റെ ഗുണമേന്മയെയും അത് ദോഷകരമായി ബാധിച്ചു എന്നാണ്. തീവ്രമായ കൃഷി രീതികൾ, ഇന്റൻസീവ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്. ഇതാണ് മാനുഷിക പ്രവർത്തനങ്ങൾ ഗംഗാതടത്തിലുണ്ടാക്കിയ മറ്റൊരു പ്രശ്നം. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗാഞ്ചറ്റിക് വാലിയിൽ ഉണ്ടാക്കിയ കാർഷിക പ്രവർത്തനങ്ങളും മാനുഷിക പ്രവർത്തനങ്ങളുടെയും പ്രത്യാഘാതം അർബനൈസേഷൻ ആൻഡ് എൻവയോൺമെന്റൽ പ്രഷേഴ്സും, നഗരവൽക്കരണവും പരിസ്ഥിതിയുടെ മേലുള്ള അമിത സമ്മർദ്ദവുമാണ്. The growth of cities like Varanasi and Pataliputra put pressure on local resources. വാരണാസിയും പാടലിപുത്രയും പോലുള്ള നഗരങ്ങൾ വളർന്നു വന്നത് തീർച്ചയായിട്ടും പ്രാദേശിക വിഭവങ്ങളെ മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. ലീഡിംഗ് ടു എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, പരിസ്ഥിതി വിനാശത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായി എന്ന്. കോമൺ ഇക്കോളജിക്കൽ ഇമ്പാക്ട്. ഇനി പൊതുവായ ചില പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടു. ദി എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അർബനൈസേഷൻ ലെഡ് ടു ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. നോക്കുക, കൃഷിയുടെ വ്യാപനം, നഗരവൽക്കരണം, ഇതൊക്കെ വൻതോതിലുള്ള ആവാസ വ്യവസ്ഥയുടെ വിനാശത്തിന് കാരണമായി. ഫ്രാഗ്മെന്റേഷൻ, അതുപോലെ തന്നെ ഫ്രാഗ്മെന്റേഷന് കാരണമായി, ഡീഗ്രഡേഷന് കാരണമായി, അപജയത്തിന് കാരണമായി. അത് കൃഷിഭൂമിയുടെ ഗുണമേന്മ ഇടിഞ്ഞു താഴുന്നതിനെ ഡീഗ്രഡേഷൻ എന്ന് പറയാം. റിസൾട്ടിങ് ഇൻ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിന്റെയൊക്കെ അന്തിമ ഫലം എന്തായിരുന്നു? ജൈവ വൈവിധ്യം തന്നെ നശിച്ചു പോയി. എത്രയോ വെറൈറ്റി പക്ഷികളും എത്രയോ വെറൈറ്റി ജീവജാലങ്ങളും ചെടികളും ഒക്കെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി. ജൈവ വൈവിധ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഇതാണ് മാനുഷിക പ്രവർത്തനങ്ങൾ ഏറിയപ്പോൾ ഗാഞ്ചറ്റിക് വാലിയിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം. രണ്ട്, സോയിൽ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. മണ്ണ് അതുപോലെ തന്നെ ജലം, ഇത് രണ്ടും മലിനമാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്റൻസീവ് അഗ്രികൾച്ചർ ആൻഡ് ലാക്ക് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്, തീവ്ര കൃഷിയും എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള വഴിയില്ലായ്മയും എന്തിലേക്ക് ലീഡ് ചെയ്തു? ലെഡ് ടു സോയിൽ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, മണ്ണിന്റെയും ജലത്തിന്റെയും മലിനീകരണത്തിലേക്ക്. അഫക്റ്റിംഗ് ബോത്ത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഇക്കോസിസ്റ്റംസ്, മനുഷ്യാരോഗ്യത്തെയും പരിസ്ഥിതിയെയും അത് ദോഷകരമായി ബാധിച്ചു. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ അധികരിച്ചു വന്നപ്പോൾ കാലാവസ്ഥയിൽ മാറ്റമുണ്ടായി. ദ ക്ലിയറൻസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് പാറ്റേൺസ്, ഭൂമിയുടെ വിനിയോഗ രീതിയിലുള്ള ആ പതിവ് മാതൃകകളിൽ മാറ്റമുണ്ടായത് കൊണ്ട്, വനം വെട്ടിത്തെളിച്ചത് കൊണ്ട്, ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ചേഞ്ചസ് ഇൻ ലോക്കൽ ക്ലൈമറ്റ് കണ്ടീഷൻസ്. ആ പ്രദേശത്തെ ക്ലൈമറ്റിന്റെ രീതിയിൽ മാറ്റമുണ്ടായി. സച്ച് ആസ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആൻഡ് ആൾട്ടേർഡ് പ്രസിപ്പിറ്റേഷൻ പാറ്റേൺസ്. അപ്പോൾ ചൂട് കൂടാൻ തുടങ്ങി. അപ്പോൾ പ്രസിപ്പിറ്റേഷന്റെ, മഴ പോലുള്ള അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച പോലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റമുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻ സമ്മറി, ചുരുക്കി പറഞ്ഞാൽ, ദ പ്രോസസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അർബനൈസേഷൻ ഇൻ ഏൻഷ്യന്റ് റിവർ വാലി സൊസൈറ്റീസ്, പുരാതന റിവർ വാലി സൊസൈറ്റികളിൽ ഈ കാർഷിക പ്രവർത്തനങ്ങളും നഗരവൽക്കരണവും എന്ന് പറയുന്നത് ഹാഡ് സിഗ്നിഫിക്കന്റ് ഇക്കോളജിക്കൽ ഇമ്പാക്ട്, അതിന് ഗണ്യമായ പരിസ്ഥിതി പ്രത്യാഘാതം ഉണ്ടായി എന്ന് പറയാം. ഇൻക്ലൂഡിംഗ് ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം അടക്കം, സോയിൽ ഡിഗ്രഡേഷൻ, മണ്ണിന്റെ അപജയം അടക്കം, വാട്ടർ പൊല്യൂഷൻ, വെള്ളത്തിന്റെ മലിനീകരണം അടക്കം, ആൻഡ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം എല്ലാം. These changes would have had far-reaching consequences for both human societies and environment. മനുഷ്യ സമൂഹങ്ങൾക്കും പരിസ്ഥിതിക്കും ഈ മാറ്റങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമായിരുന്നു എന്ന് പറയാം. അഗ്രേറിയൻ ചേഞ്ചസ് ബ്രോട്ട് ഇൻ ബൈ ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണ പ്രക്രിയ കൊണ്ട് ഉണ്ടാകുന്ന കാർഷിക മാറ്റങ്ങൾ. ഇൻ അഗ്രികൾച്ചർ ക്രിയേറ്റഡ് എ ഡിസ്പേഴ്സ്ഡ് പാറ്റേൺ ഓഫ് അഗ്രികൾച്ചർ ഓഫ് അർബനൈസേഷൻ. അതായത് നഗരവൽക്കരണത്തിന്റെ വളരെ ചിന്നിച്ചിതറിയ ഒരു പാറ്റേൺ ആണ് പുതുതായി സൃഷ്ടിച്ചത്. എല്ലാ നഗരങ്ങള് പലയിടങ്ങളിലായി ചിതറപ്പെട്ടു. ഇടത്തരം പട്ടണങ്ങൾ, വലിയ പട്ടണങ്ങൾ, അല്ലെ, എന്നിങ്ങനെ ചെറിയ പട്ടണങ്ങളൊക്കെ. ആൻഡ് ദേ ലിങ്ക്ഡ് വിത്ത് റൂറൽ അഗ്രേറിയൻ എക്കണോമി. ആ നഗരങ്ങളെല്ലാം തന്നെ, ചെറുതും വലുതും ഇടത്തരവുമായ നഗരങ്ങളെല്ലാം തന്നെ ഗ്രാമങ്ങളുമായിട്ട് ഭക്ഷണാവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധിപ്പിക്കപ്പെടുന്ന കാഴ്ചയും റൂറൽ എക്കണോമിയുമായിട്ട് ലിങ്ക്ഡായി ടു ദ സ്മോൾ ആൻഡ് മീഡിയം ടൗൺസ്. ഓക്കെ, എങ്ങനെയാണ് ചെറുതും ഇടത്തരം ടൗണുമാണ് പ്രത്യേകിച്ചും. Urbanization in ancient India occurred in two distinct stages.
പുരാതന ഭാരതത്തിലെ നഗരവൽക്കരണം ഉണ്ടായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഫസ്റ്റ് അർബനൈസേഷൻ, സെക്കൻഡ് അർബനൈസേഷൻ. ഒന്നാം നഗരവൽക്കരണം, രണ്ടാം നഗരവൽക്കരണം. അപ്പൊ ചോദിക്കും, ഈ ഫസ്റ്റ് അർബനൈസേഷൻ എവിടെയാണ് നടന്നത്? തീർച്ചയായിട്ടും അത് ഇൻഡസ് വാലി സിവിലൈസേഷനില്, സിന്ധു നദിയുടെ സംസ്കാരത്തിലാണ് ഒന്നാം നഗരവൽക്കരണം ഉണ്ടായത്. രണ്ടാമത്തേത് ഗംഗാതടത്തിൽ, അതായത് മനുഷ്യൻ കൂടുതൽ കാട് തെളിച്ച് ഇന്ത്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് ആര്യന്മാരും ഒക്കെ കടന്നു വന്ന സമയത്ത് അവർ ഗംഗാതടത്തിൽ ഫലഭൂയിഷ്ടമായ മണ്ണ് കണ്ടെത്തി അവിടെ സ്ഥിരതാമസം ഉറപ്പിച്ച് കൃഷി ചെയ്യുന്ന കാലമാണ് രണ്ടാം നഗരവൽക്കരണം. അപ്പോൾ അങ്ങനെ അവിടെ രണ്ടാമത് ഉയർന്നുന്ന നഗരമാണ് ഏതോ നമ്മുടെ പാടലിപുത്രം അഥവാ പാറ്റ്ന എന്ന് പറയുന്നത്. അങ്ങനെ സെക്കൻഡ് അർബനൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ വിത്ത് ഇറ്റ്സ് പ്ലാൻഡ് ആൻഡ് ഫോർട്ടിഫൈഡ് സിറ്റീസ്. സിന്ധു നദീതട സംസ്കാരങ്ങൾ അതിന്റെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കോട്ടകൾ കെട്ടിയിട്ടുള്ള നഗരങ്ങളുണ്ടായിരുന്നു. ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ ഉപദ്വീപിൽ ആദ്യ നഗരവൽക്കരണം കൊണ്ടുവന്നത് അവരാണെന്ന് പറയാം. ഇറ്റ്സ് അഗ്രികൾച്ചറൽ ടെക്നോളജി വാസ് വെൽ ഡെവലപ്ഡ് ടു. അതിന്റെ കാർഷിക സാങ്കേതിക വിദ്യ നല്ല വികസിതവുമായിരുന്നു. ഹാരപ്പൻസ് ഗ്രൂ ലെന്റിൽസ്. ഹാരപ്പൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഹാരപ്പൻസ് ഗ്രൂ ലെന്റിൽസ്. ലെന്റിലുകള് അവര് വളരെ കൃഷി ചെയ്തു. മസ്റ്റാർഡ് അവർ കൃഷി ചെയ്ത ഒരു ഇനമാണ്. ബജ്ര വീറ്റ്, ബജ്ര ഗോതമ്പ്. കോട്ടൺ, അതുപോലെ തന്നെ മില്ലറ്റ് ആൻഡ് ബാർലി ഇൻ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ഇൻഡസ്. സിന്ധു നദീതടം കയറകവിഞ്ഞ് പ്രളയമായി ഒഴുകിപ്പോകുമ്പോൾ ആ പരിസരത്തൊക്കെ വളക്കൂറുള്ള മണ്ണ് നിക്ഷേപിക്കുമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കൃഷിക്ക് പറ്റിയ ബാർലിയും മില്ലറ്റും കോട്ടണും ഒക്കെ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളായിട്ട് മാറി. റാബി ക്രോപ്സ് were sown after the recession of annual floods. പിന്നെ വാർഷിക മഴകളെല്ലാം ഒതുങ്ങി കഴിയുമ്പോഴാണ് റാബി വിളകള് പിന്നീട് പതിയെ സ്ഥാനം പിടിക്കുന്നത്. They were earliest to grow cotton for woven cloth. കോട്ടന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് നേരത്തെ നടും. കാരണം അവർക്ക് വൂവൺ ക്ലോത്ത്, നെയ്ത എടുത്ത വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ അത് അത്യാവശ്യമായിരുന്നു. ഫറോ വാസ് ഓഫ് പ്ലോഗ്ഡ് fields at Kalibangan have been discovered, which is believed to have belonged to pre-Harappan level. ഒരുപക്ഷെ ആ കണ്ടെത്തിയ കാലിബംഗനിലെ കലപ്പ എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രീ ഹാരപ്പൻ ലെവലിലായിരിക്കും. ഹാരപ്പക്കാരും വരുന്നതിന് മുമ്പേ ഉള്ള കാലത്തെ ആയിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫീൽഡ്സ് വെർ പ്ലൗഡ്. വയലുകൾ നിലം മുഴുതിരുന്നു. ആൻഡ് പോസിബിളി ദേ യൂസ്ഡ് വുഡൻ പ്ലോ. ചിലപ്പോൾ അവർ മിക്കവാറും ഇരുമ്പിന്റെ അല്ല മരത്തിന്റെ കലപ്പയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഡ്രോൺ ബൈ അനിമൽസ് സച്ചാസ്. ഏതൊക്കെയാണ് അന്നത്തെ കാലത്ത്? അവർ കാളയെ ആണ് ഉപയോഗിച്ചിരുന്നു നിലം മുഴുന്നതിന് വേണ്ടി. ആൻഡ് ക്യാമൽസ്. Terracotta models of plow from Mohenjo-daro, Banawali, Bawalpur have been unearthed. മോഹൻജദാരോയിൽ നിന്നും ബനവാലിയിൽ നിന്നും ബവൽപൂരിൽ നിന്നും ഒക്കെ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ കലപ്പയുടെ മാതൃക അത് കിട്ടിയിട്ടുണ്ട്. ഫ്രം എക്സിസ്റ്റൻസ് ഓഫ് ബ്രിക്ക് ബിൽറ്റ് ഗ്രാനറീസ്. കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ പത്തായപ്പുരകൾ ഹാരപ്പയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മോഹൻജദാരോയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിന്റെ സൂചനയായിരിക്കും? ക്യാൻ ബി സെഡ് ദാറ്റ് ദേ പ്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻ സർപ്ലസ്. അവര് വേണ്ടതിലധികം മിച്ചമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നതിന്റെ തെളിവായിരിക്കാം. ഇറ്റ് സീംസ് ടാക്സസ് വർ കളക്ടഡ് ഇൻ ഗ്രെയിൻ. രാജാവ് നികുതി പിരിച്ചിരുന്നത് ധാന്യം ആയിട്ടായിരുന്നു. ഫുഡ് സർപ്ലസസ് സപ്പോസ്ഡ് ഇൻക്രീസിംഗ് അർബൻ പോപ്പുലേഷൻ. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ഒരുപാട് മിച്ചം വന്നപ്പോൾ കച്ചവടം കൂടിയപ്പോൾ ഒരുപാട് വരുമാനം ഉണ്ടാകാൻ തുടങ്ങി കർഷകർക്ക്. അത് പതിയെ നഗരമായി മാറി. ജനങ്ങളുടെ എണ്ണം കൂടി. ഇങ്ങനെയൊക്കെ. However, civilization collapsed without any trace of a continuity in the urbanization process. ഈ നഗരവൽക്കരണ പ്രക്രിയയുടെ ഇടയിൽ സംസ്കാരങ്ങൾ തകർന്നടിഞ്ഞു പോയി. നോ അർബൻ സെന്റേഴ്സ് സർവൈവ്ഡ്. യാതൊരു അർബൻ സെന്ററിലുള്ള ആളുകളും സർവൈവ് ചെയ്തില്ല. വേദിക് എക്കണോമി വാസ് പ്രിഡോമിനന്റ്ലി ബേസ്ഡ് ഓൺ പാസ്റ്ററലിസം ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. വേദിക് എക്കണോമി മുഖ്യമായി എന്തിനെ ബേസ് ചെയ്തായിരുന്നു? പാസ്റ്ററലിസത്തെ ബേസ് ചെയ്ത്. ആൻഡ് അനിമൽ ഹസ്ബൻഡറി, പിന്നെ എന്താണ്, മൃഗ സംരക്ഷണം. ഇൻ വിച്ച് കാറ്റിൽ വേർ സിനോണിമസ് വിത്ത് വെൽത്ത്. കന്നുകാലി സമ്പത്ത് എന്ന് പറയുന്നത് സിനോണിമസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് കന്നുകാലികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വെൽത്തിന് സമമായിരുന്നു. പര്യായ പദം തന്നെയായിരുന്നു സമ്പത്തിന്റെ. സോഷ്യൽ ഓർഗനൈസേഷൻ വാസ് സ്ട്രക്ചേർഡ് അക്കോർഡിംഗ്ലി.
സാമൂഹ്യ ക്രമീകരണം അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടു. പീപ്പിൾ വർ എൻഗേജ്ഡ് ഇൻ അൺഡെവലപ്ഡ് അഗ്രികൾച്ചർ. ജനങ്ങള് വികസിതമല്ലാത്ത കൃഷിയിൽ ഏർപ്പെട്ടു. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ ആൻഡ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നിങ്ങനെയുള്ള പാറ്റേണുകളിൽ